ഇടുക്കി മൂന്നാറിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘം എത്തിയതായി അഭ്യൂഹം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. രാവിലെ കോളനിയിലെത്തിയ സംഘം കുട്ടികൾക്ക് പേനായി അടക്കമുള്ള സാധനങ്ങൾ നൽകാൻ ശ്രമിച്ചതാണ് സംശയത്തിന് കാരണമായത്. സംഭവത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഏറ്റവും അധികം സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് മൂന്നാർ കോളനി. ആയിരക്കണക്കിന് കുട്ടികളാണ് ഇവിടെ നിന്നും നിരവധി സ്കൂളുകളിൽ പഠനത്തിനായി പോകുന്നത്. മാതാപിതാക്കൾക്കൊപ്പവും ഒറ്റയ്ക്കുമാണ് പല കുട്ടികളും ബസ് കയറുന്നതിന് പാതയോരങ്ങളിൽ നിൽക്കുന്നത്. ഇത്തരത്തിൽ ബസ് കയറാനെത്തിയ കുട്ടിയുടെ പിറകെ പേനയുമായി അപരിചിതനായി ഹിന്ദി മാത്രം സംസാരിക്കുന്ന യുവാവ് പോകുന്നത് ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് ചോദ്യം ചെയ്യവേ താൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണെന്ന് മറുപടി നൽകി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഇതാണ് സംശയത്തിന് കാരണമായത്. ഇയാൾക്കൊപ്പം 5ഓളം വരുന്ന സംഘം കോളനിയിലെത്തിയതായി നാട്ടുകാർ പറയുന്നു. സോഷ്യൽ മീഡിയ വഴി യുവാവിന്റെ ചിത്രമടക്കമുള്ളവ കോളനിക്കാർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. பொதுஜனங்களுக்கு ஒரு முக்கிய அறிவிப்பு. நம்முடைய காலனி பகுதியில் வட மாநிலங்களில் சேர்ந்தவங்க 1-2 நபர்கள் நாங்கள் கேஸு சரி பண்ணி கொடுக்குறோம்னு சொல்லியும், அதே போல் நாங்கள் ஃபயர் ஸ்டேஷனில் ஒர்க் பண்ணுறோன்னு சொல்லிலாம் காலனி பகுதியில் சுற்றி தெரிவதாக பொதுஜனங்கள் சொல்லியிருக்காங்க. இன்றைக்கி காலையிலும் காலனி பகுதியில் வந்துட்டு ஃபயர் டிபார்ட்மெண்ட் வந்து நாங்கள் வந்திருக்கோம்னு சொல்லிட்டு அங்கே உள்ள அந்த அவங்களுடைய உத்தேசம் வீட்டில் யார் இருக்காங்க என்னங்கிறத தெரிஞ்சுக்கிறதுக்கும், அதே போல் குழந்தைகள் நிறைய இடத்துல மிஸ்ஸிங் ஆகிக்கிட்டு இருக்குது. அப்போ குழந்தைகளை கடத்துவதற்கும், அதே போல் வீடுகளிலிருந்து யார் என்னன்னு தெரிஞ்சுக்கிட்டு அவங்க வீட்டிலேருந்து எதுவும் விஷயங்களெல்லாம் முன்வைக்கிட்டு தான் அந்த வட மாநிலங்க சுற்றி திரிகிறாங்க. நேற்றைய தினத்திலோட சூரியநெடி பகுதியில் இதே போல் 2-3 பேர் மர்ம நபர்களை அங்கே உள்ள ஆளுகளெல்லாம் என்ன விவரம் என்ன டீட்டெயில்ஸை கேட்ட உடனே ஓடி போயிட்டாங்களாம். அதேமாதிரி தான் இன்றைக்கி காலனிலையும் என்ன விவரங்கிறத கேட்ட உடனே அடுத்த செகண்டில் ஆள் அங்கேருந்து எஸ்கேப் ஆகிட்டாங்க. அப்போ அது இந்த வட மாநிலம் அவங்க யார் என்பதை பற்றி நம்ம மூணார் போலீஸ் ஸ்டேஷனில் கம்ப்ளைண்ட் கொடுத்துருக்கு. அவங்களுடைய ஃபோட்டோஸும் ஸ்டேஷனில் மொத்தத்தில் கொடுத்துருக்குது. அதனால் பொதுஜனங்கள் காலனி பகுதியில் யாரும் மர்ம நபர்கள் வட மாநிலங்கள் வந்தாங்கன்னா வீட்டுக்குள்ளே அலோட் பண்ணாதீங்க. அவங்க யார் என்ன வரணும்னு കേളുങ്ങ. സംഭവത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുട്ടികളെ കടത്തുന്നവരാണ് കോളനിയിലെത്തിയതെന്ന് വ്യക്തമായിട്ടില്ല. എന്നാൽ ജനപ്രതിനിധികൾ സോഷ്യൽ മീഡിയ മുഖേന ജാഗ്രതയോടെ ഇരിക്കണമെന്ന സന്ദേശം പ്രദേശവാസികൾക്ക് നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് മൂന്നാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.